ഹായ്, വെൽക്കം ഓൾ. മൈ നെയിം ഈസ് നിഖിൽ. ഞാൻ ബേസിക്കലി ഒരു സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഡാവിഞ്ചി റിസോൾവ് 16 എന്ന വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ ശ്രദ്ധിച്ചാണ് വൈ ഡാവിഞ്ചി റിസോൾവ് 16 ഈസ് ദ ബെസ്റ്റ് വീഡിയോ എഡിറ്റിംഗ് ആപ്പ് ഔട്ട് ദെയർ ഫോർ ബിഗിനേഴ്സ്. അപ്പോൾ എന്തൊക്കെ സവിശേഷതകളാണ് ഇതിനൊരു ബിഗിനർ ഫ്രണ്ട്ലി ആപ്ലിക്കേഷനായി മാറ്റുന്നത്. മാത്രമല്ല, ഞാൻ ധാരാളമായി വീഡിയോ എഡിറ്റിംഗ് ഉപയോഗിക്കുന്നത് അഡോബി പ്രീമിയർ പ്രോ 16 എന്ന ആപ്ലിക്കേഷനാണ്. ബട്ട് അറ്റ് പ്രസൻറ്റ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഡാവിഞ്ചി റിസോൾവ് 16 എന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഞാനിപ്പോൾ ഡാവിഞ്ചി 16ലേക്ക് മാറിയത്, ആ കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഞാൻ ബേസിക്കലി ഒരു സ്റ്റുഡൻ്റാണ്. മോർ പ്രിസൈസ്ലി ഒരു ഡിഗ്രി സ്റ്റുഡൻറ്റ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് വീഡിയോ എഡിറ്റിംഗ് എന്ന മേഖലയിൽ എത്തിപ്പെട്ടത്, എങ്ങനെയാണ് അതിൽ ഇൻട്രസ്റ്റിംഗ് എന്നതിനെക്കുറിച്ച് ഞാൻ പറയാനായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ കോളേജിലൊക്കെ ധാരാളമായി നമുക്ക് അസൈൻമെൻറ്റുകൾ ലഭിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോഴൊക്കെ വീഡിയോ അസൈൻമെൻറ്റ്സ് ധാരാളമായിട്ട് നമുക്ക് ലഭിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഫീൽഡ് വർക്കിനൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ 30 ദിവസം, അതായത് ഒരു മാസം ഫീൽഡ് വർക്കാണെങ്കിൽ നിങ്ങൾ 30 ദിവസം എന്താണ് ചെയ്തത്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തു, അതൊക്കെ ഒരു വീഡിയോ ആക്കി കൊടുക്കാൻ പ്രൊഫസർമാർ ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ മേഖലയിലൊക്കെ കുറച്ച് താല്പര്യം എനിക്ക് വന്നത്. ബേസിക്കലി അന്നൊക്കെ ഞാൻ മൊബൈൽ ആപ്പുകളിലാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾക്കറിയാം, പവർ ഡയറക്ടർ പോലുള്ള കുറേ ആപ്പുകളുണ്ട്, പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് കുറേ ആപ്പുകളുണ്ട്. പക്ഷെ ഇതൊന്നും ഒട്ടും പ്രൊഫഷണൽ അല്ല. മാത്രമല്ല, ചില ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് വാട്ടർമാർക്കുകൾ കാണാൻ സാധിക്കും. അപ്പോൾ അതിനർത്ഥം ഇത് ഒട്ടും പ്രൊഫഷണൽ അല്ല, ആർക്കും ഇത് ചെയ്യാം. ഒരു പ്രൊഫഷണൽ ടച്ച് നമുക്ക് എന്തായാലും വരുത്താൻ സാധിക്കില്ല വീഡിയോയിൽ. അഡോബി പ്രീമിയർ പ്രോയ്ക്ക് ബേസിക്കലി ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല. ലോകത്തിൽ മോർ ദാൻ 90% യൂസ് അഡോബി പ്രീമിയർ പ്രോ. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണ്, ഈ യൂട്യൂബർ മുതൽ ഹോളിവുഡ് ഫിലിം എഡിറ്റേഴ്സ് വരെ ഉപയോഗിക്കുന്നത് അഡോബി പ്രീമിയർ പ്രോയാണ്. ഞാനും അങ്ങനെ അഡോബി പ്രീമിയർ പ്രോയിൽ കൂടിയാണ് എഡിറ്റിംഗ് പഠിച്ചു തന്നത്. ബട്ട് കുറേ ദിവസം എനിക്ക് മനസ്സിലായി ഇത് പറ്റില്ല. മാത്രമല്ല, കുറേ കാരണങ്ങളുണ്ട്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് അഡോബി പ്രീമിയർ പ്രോയിൽ നിന്ന് ഡാവിഞ്ചി റിസോൾവിലേക്ക് മാറിയത്? ഇതിൻ്റെ മെയിൻ ആൻഡ് ഫോർമോസ്റ്റ് കാരണം ഇതാണ്: അഡോബി പ്രീമിയർ പ്രോ ഇസ് കോസ്റ്റ്ലി. അതായത് കുറച്ച് നാൾ ട്രയൽ പീരീഡ് ഉണ്ടാവും, നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ പേ ചെയ്യണം. ആൻഡ് ദാറ്റ് എമൗണ്ട് ഇറ്റ്സ് വെരി ഹൈ ആക്ച്വലി. നമുക്ക് അഡോബിൻ്റെ സൈറ്റിൽ പോയി കാണാൻ നിയർലി 16,000 റുപ്പീസാണ് ഒരു വർഷം മേടിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് എന്ന നിലയ്ക്കും ഒട്ടും അഫോർഡബിൾ അല്ല നമുക്ക്. മാത്രമല്ല, നമ്മളിങ്ങനെ പ്രൊഫഷണൽ വീഡിയോഗ്രാഫേഴ്സോ വീഡിയോ എഡിറ്റേഴ്സോ അല്ല. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു ആവശ്യമില്ല നമുക്ക്. ഓൺ ദ അതർ ഹാൻഡ്, ഡാവിഞ്ചി റിസോൾവ് 16 ഈസ് അബ്സല്യൂട്ട്ലി ഫ്രീ. നമുക്ക് അവരുടെ സൈറ്റിൽ സന്ദർശിച്ച് നോക്കാം. blackmagicdesign.com സെർച്ച് ചെയ്തിട്ട് അവരുടെ പ്രൊഡക്ട്സിലേക്ക് പോകാം. അതിൽ ഡാവിഞ്ചി റിസോൾവ് 16 എന്ന് കാണാം. ശരിക്കും ബ്ലാക്ക് മാജിക് ഡിസൈൻ എന്ന കമ്പനിയാണ് ഈ ഡാവിഞ്ചി റിസോൾവ് 16 ഓൺ ചെയ്യുന്നത്. അവരൊരു കളർ ഗ്രേഡിംഗ് കമ്പനിയാണ്. പിന്നീട് 2009 ഡാവിഞ്ചി റിസോൾവ് 16 മേടിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, 2 വേർഷൻ ഉണ്ട്. ഒന്ന് ഡാവിഞ്ചി റിസോൾവ് 16, അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വേർഷൻ. മറ്റൊന്ന് ഡാവിഞ്ചി റിസോൾവ് സ്റ്റുഡിയോ 16. അത് കുറച്ചുകൂടെ കൂടിയ എഡിഷനാണ്. നിയർലി 269 പൗണ്ടാണ്. ശരിക്കും ഓൾമോസ്റ്റ് 85% എഡിറ്റേഴ്സ് യൂസ് ഡാവിഞ്ചി റിസോൾവ് 16. ഞാനിത് പറയാൻ കാരണം, ഞാൻ ധാരാളം ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുത്തു. അവരൊക്കെ ഉപയോഗിക്കുന്നത് ഡാവിഞ്ചി റിസോൾവ് 16 ആണ്. മാത്രമല്ല, ഒരു ക്ലാസ്സിൽ അവർ പറയുന്നത് കേട്ടു, ഞങ്ങൾ ഡാവിഞ്ചി റിസോൾവ് സ്റ്റുഡിയോ 16 ഇത് പഠിപ്പിക്കുന്നില്ല, കാരണം അത് കുറച്ച് ഹൈ സാധനങ്ങളാണ്. നമുക്ക് ഇതിൽ നിന്ന് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. 3D ടൂൾസ്, HDR ഗ്രേഡിങ്, മാത്രമല്ല വേറെ കുറേ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ സിനിമയ്ക്ക് എഡിറ്റ് ചെയ്യുകയാണ്, അപ്പോൾ കുറേ കൊളാബറേഷൻ എന്തായാലും വേണ്ടി വരും. അപ്പോൾ അങ്ങനെ 3-4 പേര് ഒരുമിച്ച് പല സ്ഥലത്ത് വരുന്ന ഒരു വീഡിയോ വർക്ക് ചെയ്യാം. അതൊരു ഈ പ്രീമിയം ഫീച്ചറിൻ്റെ ഒരു വലിയ സവിശേഷത തന്നെയാണ്. പക്ഷെ നമുക്കത് ആവശ്യമില്ല. മറ്റൊന്ന് മോഷൻ ഗ്രാഫിക്സ് ആണ്. ഒരു സാധാ എഡിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് അതിനൊന്നും ഒട്ടും ആവശ്യമൊന്നുമില്ല, മോഷൻ ഗ്രാഫിക്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഡാവിഞ്ചി റിസോൾവ് 16 തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ലത്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, അഡോബി പ്രീമിയർ പ്രോ കൂടുതലായി ഉപയോഗിക്കുന്നത് CPU-നെയാണ്. ഇറ്റ്സ് മോർ ഡിപ്പെൻഡ് ഓൺ CPU ആക്ച്വലി. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഡാവിഞ്ചി റിസോൾവ്, അതൊരു ഈക്വൽ പ്രൊപ്പോർഷനായിട്ടാണ് വർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത്. അതായത് GPU കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യും, മാത്രമല്ല CPU അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ സ്മൂത്ത് റെൻഡറിങ് ആയിരിക്കും. നമ്മുടെ CPU അധികം ഹീറ്റ് ആവില്ല, ഫാൻ അധികം ഒന്നും വർക്കാവില്ല. ഈ ഡിഫറൻസേഷൻ ഞാൻ ശരിക്കും അനുഭവിച്ചതാണ്. ഞാൻ ഒരു വീഡിയോ തന്നെ 2നും എഡിറ്റ് ചെയ്ത് നോക്കി, മാറി മാറി. പക്ഷേ അത് അഡോബിലായപ്പോൾ കൂടുതൽ ഹീറ്റായി, ഫാൻ കുറച്ച് ഓവർ വർക്കാവാൻ തുടങ്ങി, റെൻഡറിങ് അത്ര സ്മൂത്തും ആയിരുന്നില്ല. പക്ഷേ ഡാവിഞ്ചി റിസോൾവ് 16ലേക്ക് വന്നപ്പോൾ സ്മൂത്ത് റെൻഡറിങ് ആയിരുന്നു. മാത്രമല്ല, അധികം ടൈം കൺസ്യൂമിങ് അല്ല, പെട്ടെന്ന് തന്നെ തീർക്കാൻ സാധിക്കുന്നതാണ്. മൂന്നാമത്തെ കാര്യം കളർ ഗ്രേഡിങ്ങിനെ കുറിച്ചാണ്.
അഡോബി പ്രീമിയർ പ്രോ നല്ലൊരു കളർ ഗ്രേഡിംഗ് അനുഭവം തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. പക്ഷേ ധാരാളം പരിമിതികളുണ്ട്. അഡോബി പ്രീമിയർ പ്രോ 16 ഒരിക്കലും നിങ്ങൾക്കൊരു ഇൻഡെപ്ത് കളർ ഗ്രേഡിംഗ് അനുഭവം സമ്മാനിക്കുന്നില്ല. പക്ഷേ ഡാവിഞ്ചി റിസോൾവ് 16ലേക്ക് വരുമ്പോൾ നമുക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു ഇൻ്റർഫേസാണ് കാണാൻ സാധിക്കുന്നത്. ഡാവിഞ്ചി റിസോൾവ് 16 ഒരു ഇൻഡെപ്ത് കളർ ഗ്രേഡിംഗ് അനുഭവം നമുക്ക് തീർച്ചയായും നമുക്ക് ലഭിക്കും. ഇനി അഡോബി പ്രീമിയർ പോലെ നമുക്ക് ഒരു ഇൻഡെപ്ത് കളർ ഗ്രേഡിംഗ് വേണമെങ്കിൽ തേർഡ് പാർട്ടി പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യണം. അത് തികച്ചും ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ധാരാളം CPU വലിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് അഡോബി പ്രീമിയർ പ്രോ. ഇനി വീണ്ടും ഈ പ്ലഗിൻസൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തീർത്തും സ്ലോ ആയി തീരും അഡോബി പ്രീമിയർ പ്രോ. ധാരാളം അങ്ങനെ പ്ലഗിൻസുകളുണ്ട്. ഡെനോയ്സർ പോലെയുള്ള പ്ലഗിനുകൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഡാവിഞ്ചി റിസോൾവ് 16ലേക്ക് വരുമ്പോൾ ഇതൊന്നും ആവശ്യം തന്നെയില്ല, എല്ലാം അതിൽ ഇൻബിൽഡ് ആയിട്ടുണ്ട്. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഫിൽറ്ററുകളെ കുറിച്ചാണ്. അഡോബി പ്രീമിയർ പ്രോയും നല്ല ഫിൽറ്ററുകളുണ്ട്. പക്ഷേ ഡാവിഞ്ചി റിസോൾവ് 16ലേക്ക് വരുമ്പോൾ നമുക്ക് അതിലും നല്ല രീതിയിലുള്ള കുറേ ഫിൽറ്ററുകൾ കാണാൻ സാധിക്കും. ഇത് തീർത്തും പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനാണ്. ഞാൻ അഡോബി പ്രീമിയർ പ്രോയിൽ ധാരാളം വർക്ക് ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഫിൽറ്ററുകളൊന്നും എനിക്കങ്ങനെ തൃപ്തി നൽകിയില്ല. ഇക്കാരണത്താൽ ഞാൻ കുറേ ഔട്ട്സൈഡ് വെബ്സൈറ്റിൽ നിന്നൊക്കെ ലുക്ക് പാക്കുകൾ മേടിച്ചു, ലുക്കപ്പ് ടേബിളുകൾ മേടിച്ചു. ലുക്കപ്പ് ടേബിൾ മാത്രമല്ല ഫിൽറ്ററുകൾ മേടിച്ചു. എന്നിട്ടാണ് പിന്നെ മുമ്പോട്ട് വരുന്നത്, പിന്നെ എഡിറ്റിംഗ് വർക്ക്സൊക്കെ മുമ്പോട്ട് കൊണ്ടുവരുന്നത്. പക്ഷേ ഇപ്പോൾ ഡാവിഞ്ചി റിസോൾവ് 16 ഉപയോഗിക്കുമ്പോൾ എനിക്ക് വളരെ നല്ലൊരു കംഫർട്ടബിളായിട്ടുള്ള ഫിൽറ്ററുകളാണ് അവർ ഓഫർ ചെയ്യുന്നത്. വളരെ മികച്ച ഫിൽറ്ററുകൾ തന്നെയാണ്. ഇത് തീർത്തും പേഴ്സണൽ ആയിട്ടുള്ളൊരു ഒപ്പീനിയനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡാവിഞ്ചി റിസോൾവ് 16ൻ്റെ മെയിൻ ഫീച്ചേഴ്സ്. ഇനിയും ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ഫീച്ചേഴ്സ്. ഇന്നൊക്കെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വൈ ഈസ് ദ ബെസ്റ്റ് എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഫോർ ബിഗിനേഴ്സ് ഔട്ട് ദെയർ ഇൻ ദ മാർക്കറ്റ്? ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആൻസർ കുറച്ച് ബിഗാണ്. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് തികച്ചും ഫ്രീ ആണ്. അഡോബി പ്രീമിയർ പ്രോ പോലെ അല്ല. അഡോബി പ്രീമിയർ പ്രോ ഞാൻ പറഞ്ഞല്ലോ 16,000 rupees ആവും ഒരു വർഷം, പ്ലസ് GST കൂടെ വരുമ്പോൾ നിയർലി 19,000 rupees ആവും. പക്ഷേ ഡാവിഞ്ചി റിസോൾവ് 16 ഇസ് അബ്സല്യൂട്ട്ലി ഫ്രീ ആൻഡ് മോർ ദാൻ 80% എഡിറ്റേഴ്സ് ഓഫ് ദ വേൾഡ് യൂസ് ഇറ്റ്. അതാണ് അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ. മറ്റൊരു കാര്യം, ഒരു ബിഗിനറൊക്കെ ഒരു എഡിറ്റിംഗ് മേഖലയിൽ കിടക്കുമ്പോൾ ധാരാളം ക്യാഷ് പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യാം. പക്ഷേ അക്കാരണത്താൽ തന്നെ അഡോബി പ്രീമിയർ പ്രോ മേടിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോഴാണ് നമുക്ക് ഡാവിഞ്ചി റിസോൾവ് 16 രക്ഷകനായി എത്തുന്നത്. ഇത് അബ്സല്യൂട്ട്ലി നേരത്തെ പറഞ്ഞാൽ ഫ്രീ ആണ്. ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട്. പടിപടിയായിട്ട് മുകളിലോട്ട് പോകാം. എല്ലാവരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ഡാവിഞ്ചി റിസോൾവ് 16 പ്രൊഫഷണൽ ആണോ എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം ഇതാണ്. ഞാൻ കുറച്ച് ഫിലിം ക്ലിപ്സ് കാണിക്കാം. ഇതൊക്കെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഡാവിഞ്ചി റിസോൾവ് 16 എന്നും വേർഷനല്ല, അതിന് മുമ്പുള്ള വേർഷനായിരിക്കും. വേർഷൻസ് ഉപയോഗിച്ചാണ് അവതാർ, ഏലിയൻ ഗവർണൻ, ഡെഡ്പൂൾ 2, ജെയിംസ് ബോണ്ട് സിനിമ സ്പെക്ടർ ആൻഡ് ആഫ്റ്റർ ഓൾ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വെറും എഡിറ്റിംഗ് മാത്രമായിരുന്നില്ല ഡാവിഞ്ചി റിസോൾവ് 16 ചെയ്തത്. ഈ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ മൊത്തം ഡിപ്പെൻഡ് ചെയ്യുന്നത് ബ്ലാക്ക് മാജിക് ഡിസൈൻ എന്ന കമ്പനിയാണ്. അപ്പോൾ കളർ ഗ്രേഡിങ്ങും വിഷ്വൽ എഫക്ട്സ് ആഡ് ചെയ്തൊക്കെ ഇവരുടെ ഒരു നേതൃത്വത്തിലാണ്. മറ്റൊരു കൗതുകകരമായ കാര്യം എന്ന് വെച്ചാൽ 2019 ഓസ്കാറിൽ കത്തി നിന്ന് 10 പടങ്ങളിൽ 8 പടങ്ങളും ഡാവിഞ്ചി റിസോൾവ് 16 ഉപയോഗിച്ചാണ് എഡിറ്റ് ചെയ്തിരുന്നത്. ആ 8 പടങ്ങളിൽ നമ്മൾ തന്നെ കുറേ ക്രിട്ടിക്കൽ അക്ലെയിം ചെയ്ത് നമ്മൾക്ക് തന്നെ ഇഷ്ടപ്പെട്ട കുറേ പടങ്ങളുണ്ട്. അതിലും ചിലത് ഞാൻ പറയാം. ഒന്ന് ബൊഹീമിയൻ റാപ്സോഡിയാണ് ഡാവിഞ്ചി റിസോൾവ് 16 ആണ് ഉപയോഗിച്ചിരുന്നത്. മറ്റൊന്ന് ഗ്രീൻ ബുക്കിന് 2009 ബെസ്റ്റ് പിക്ചർ ഓസ്കാറിന് ലഭിച്ചു. മറ്റൊന്ന് റോമയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബെസ്റ്റ് ഫോറിൻ ഫിലിം അവാർഡ് റോമയ്ക്കാണ് ലഭിച്ചത്. മൂവീസ് മാത്രമല്ല ഡാവിഞ്ചി റിസോൾവ് 16 വെച്ച് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റ് ധാരാളം TV സീരീസുകളും ഡാവിഞ്ചി റിസോൾവ് ഉപയോഗിച്ച് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. TV സീരീസുകളിൽ ചിലത് വെസ്റ്റ് വേൾഡ്, ഗോതം, ആരോ, ദ ബിഗ് ബാങ് തിയറി എന്നിവയാണ്. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. വളരെ മികച്ചൊരു പ്രൊഫഷണൽ ആപ്ലിക്കേഷൻ തന്നെയാണ് ഡാവിഞ്ചി റിസോൾവ്. ഇപ്പോഴും ധാരാളം സിനിമകൾ ഡാവിഞ്ചി റിസോൾവ് 16 ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇത്ര നേരം സംസാരിച്ചത് ഡാവിഞ്ചി റിസോൾവിൻ്റെ പ്രോസ് ആണ്. പക്ഷേ ധാരാളം കോൺസും ഉണ്ട് ഡാവിഞ്ചി റിസോൾവിന്. അതിൽ ചിലതാണ് ഞാൻ പറയാനായിരിക്കുന്നത്. എന്നെ ഏറ്റവും അലട്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയാനായിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നല്ലൊരു GPU വേണം നിങ്ങളുടെ PCക്കോ ലാപ്ടോപ്പിനോ. നല്ലൊരു GPU എന്ന് ഉദ്ദേശിച്ചത് അറ്റ്ലീസ്റ്റ് മിനിമം NVIDIA ആണെങ്കിൽ NVIDIA GTX 10 സീരീസിലുള്ള ഗ്രാഫിക്സ് കാർഡ് അത്യാവശ്യമാണ്. ശരി, അതൊക്കെ വളരെ പഴയ വേർഷനാണ്, 2018 വേർഷനാണ് ഈ അഡോബി അല്ല GTX 1050 ഒക്കെ. ഇപ്പോഴൊക്കെ എല്ലായിടത്തും പറയുന്നത് കുറേയും കൂടെ അപ്ഡേറ്റഡ് ആണ് നമ്മൾ.
10 സീരീസിനൊക്കെ മുകളിൽ എന്തായാലും വേണമെന്നാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ കേസ് നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. GTX 1050 സീരീസ് മിനിമം മതി, നല്ലതായിട്ട് വർക്ക് ആയിക്കോളും. പിന്നെ നല്ലൊരു റാം വേണം, മിനിമം 16 GB റാം എന്നാണ് നെറ്റിൽ പറയുന്നത്. പക്ഷേ അഡോബി പ്രീമിയർ പ്രോ വർക്കാവാൻ 8 GB മതി. ഇതും 8 GB വർക്കാവും എന്ന് തോന്നുന്നു, പക്ഷേ 16 GB ആണ് കമ്പനി നിർദ്ദേശിക്കുന്നത്, മിനിമം 16 GB റാം. ആൻഡ് ഇഫ് യു വാണ്ട് ടു എഡിറ്റ് 4K or 8K വീഡിയോ, അതിനനുസരിച്ച് നമ്മൾ റാം കൂട്ടണം. 4K വീഡിയോയ്ക്ക് 32 GB റാമും 8K വരുമ്പോൾ 64 GB റാമുമാണ് വേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഡാമേജ് റിസോൾവിനെ കുറിച്ചൊക്കെ കുറച്ച് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്നെ ഈ വീഡിയോ ഇടാൻ പ്രേരിപ്പിച്ചത് കുറച്ച് കൂട്ടുകാരാണ്. അപ്പോൾ അവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ റെക്കമെൻഡേഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും പോസ്റ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. So show some form of love in the form of likes and comments. Thank you.